തൃശൂർ വടക്കാഞ്ചേരിയിൽ വാഗമരം ഒടിഞ്ഞു വീണ് ഗതാഗത തടസ്സമുണ്ട്. അവിടെ തൃശൂർ ഷൊർണൂർ സംസ്ഥാന പാതയിൽ അകമല വടക്കാഞ്ചേരി ബ്ലോക്ക് ഓഫീസിനടുത്താണ് വാഗമരം ഒടിഞ്ഞത്. പ്രദേശത്ത് ഗതാഗതം ഏതാണ്ട് പൂർണ്ണമായി തടസ്സപ്പെട്ടു പോകേണ്ട അതുവഴി പോകുന്നുണ്ടെങ്കിൽ അവർ ശ്രദ്ധിക്കണം. മലപ്പുറം ജില്ലയിലെ ജാഗ്രതാ നിർദ്ദേശം എന്ന വാർത്ത കൂടി വരുന്നുണ്ട്. ഖനന പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ നിർദ്ദേശമുണ്ട്. നിലമ്പൂർ നാടുകാണി ചുരം വഴി അത്യാവശ്യ യാത്രക്കാർ മാത്രമേ അനുവദിക്കുകയുള്ളൂ. ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ പ്രവേശനം നിരോധിച്ചു. ആഠ്യൻപാറ വെള്ളച്ചാട്ടം, കേരളകുണ്ട്, കുടികുത്തിമല എന്നിവിടങ്ങളിലേക്ക് പ്രവേശനമില്ല. ജില്ലയിൽ നാളെ മറ്റന്നാളും റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് ഈ നടപടികൾ. കൊല്ലത്ത് കനത്ത മഴ തുടരുന്നു. ചവറയിൽ കടൽ സംരക്ഷണ ഭിത്തി പൊളിച്ച് അയ്യാറി ഖനനം നടത്തുന്നതിൽ ഭീതിയിലാണ് കൊല്ലം ചവറയിലെ ജനങ്ങൾ. അരുൺരാജ് വിവരങ്ങൾ ചേരുന്നു. അരുൺ, പറ്റിയ സമയത്താണ് കടൽ ഭിത്തി പൊളിച്ചത്. വലിയ മഴയാണ്. കടൽ കൂടുതൽ പ്രക്ഷുബ്ധമൊക്കെ ആവുകയാണെങ്കിൽ ഈ സമയത്തെ ആ പണി അതൊരു വല്ലാത്ത പണിയായി പോവില്ലേ അരുൺ? തീർച്ചയായും ഹാഷ്മി, കൊല്ലം ജില്ലയിൽ ഇന്നലെ രാത്രി മുതൽ തന്നെ കനത്ത മഴയാണ് അനുഭവപ്പെടുന്നത്. നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ എല്ലായിടങ്ങളിലും കനത്ത മഴ തന്നെ അനുഭവപ്പെടുകയും ചെയ്തു. ഇതിനിടയിലാണ് ഈ ചവറ അയ്യാറിയുടെ ഈ സംരക്ഷണം, അതായത് ഖനനത്തിനുമായി ബന്ധപ്പെട്ട ഈ തീരദേശ സംരക്ഷണത്തിന്റെ ഭാഗമായി നിർമ്മിച്ചിരുന്ന കടൽ ഭിത്തി പൊളിച്ചു നീക്കിയത്. ഇത് പൊളിച്ചു നീക്കിയത് മൈനിങ്ങിന്റെ ഭാഗമായി പൊളിച്ചതാണ് എന്നുള്ളതാണ് കമ്പനി പറയുന്നത്. പക്ഷേ അത് തീരദേശത്തുള്ളവർക്ക് വലിയ നാശനഷ്ടമാണ് ഇന്നലെ രാത്രിയടക്കം ഉണ്ടായത്. ഇപ്പോൾ ഈ ഖനനം നടത്തിയ ഭാഗത്ത് മണ്ണിടാനുള്ള ശ്രമത്തിലാണ് ഈ കരാർ കമ്പനിയും അതുപോലെ തന്നെ അയ്യാറിയിൽ ഉദ്യോഗസ്ഥരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എത്രത്തോളം ഫലവത്താകുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. കാരണം ജനങ്ങളുടെ വലിയ പ്രതിഷേധം ഈ മേഖലയിൽ എമ്പാടുമുണ്ട്. മറ്റൊന്ന്, ഈ ജില്ലയുടെ കിഴക്കൻ മേഖലയാണ്. ഈ മഴയിൽ വലിയ നാശനഷ്ടമുണ്ടായത് ജില്ലയുടെ കിഴക്കൻ മേഖലയിലാണ്. കൃഷിക്കടക്കം വലിയ നാശനഷ്ടമുണ്ടായി എന്നുള്ളതാണ് അവിടെ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ. പല സ്ഥലങ്ങളിലും, അതായത് ശാസ്താംകോട്ട പോരുവഴി അതുപോലെ തന്നെ കുന്നത്തൂർ മേഖലകളിലൊക്കെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടിട്ട് 24 മണിക്കൂർ കഴിഞ്ഞു. ഇതുവരെ പുനഃസ്ഥാപിക്കാൻ പൂർണ്ണമായും ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. അതേപോലെ ഉച്ചയ്ക്ക് ശേഷം ഈ ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, അത് കായൽ ടൂറിസവുമായി ബന്ധപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങൾക്ക് നിയന്ത്രണം ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഉച്ചയ്ക്ക് ശേഷം കനത്ത കാറ്റും അതുപോലെ തന്നെ മഴയും ഉണ്ടാകുമെന്ന മുന്നറിയിപ്പിനെ തുടർന്നാണ് ഈ വിനോദസഞ്ചാര മേഖലയിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ മുന്നറിയിപ്പടക്കം വന്നിട്ടുള്ളത്. എന്തായാലും ജില്ലയും കനത്ത ജാഗ്രതയിലാണ്. ഇപ്പോൾ താഴ്ന്ന പ്രദേശങ്ങളിൽ നേരത്തെ വെള്ളം കയറിയിരുന്നു. ഇവിടെ നിന്നെല്ലാം വെള്ളം ഇപ്പോൾ ഉൾവലിഞ്ഞിട്ടുണ്ട്. ഈ കടൽ പ്രക്ഷുബ്ധമാകുന്നതാണ് കൊല്ലം ജില്ലയിൽ ഏറ്റവും സങ്കീർണമായ ഒരു കാര്യം. കാരണം ഏകദേശം കൊല്ലം മുതൽ അഴീക്കൽ വരെയുള്ള ഭാഗങ്ങളിൽ കടൽക്ഷോഭ സാധ്യത കൂടി ഇപ്പോൾ പ്രവചിക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അവിടെ കടൽ ഭിത്തി നിർമ്മിച്ചാണ് അയ്യാറിയുടെ ഖനനം. അത് അടിയന്തരമായി നിർത്തിവെക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നുണ്ട്. കാരണം കടൽ ഭിത്തി പൊളിച്ചാൽ അതുവഴി കടൽക്ഷോഭം രൂക്ഷമാവാനും അതുവഴി ജനജീവിതം താറുമാറാവാനും ഇടയാകും എന്നവർ ശരിയാവണ്ണം പറയുകയാണ്. വേണ്ടപ്പെട്ട അധികാരികൾ ശ്രദ്ധിക്കട്ടെ.